ശരി, ശ്രീ എൻ ശ്രീകുമാർ, അതായത് ഇ ഡി പറയുന്നത് തെളിവുണ്ട് എന്നാണ്. പ്രഥമ ദൃഷ്ട്യാ സോണിയയും രാഹുലുമൊക്കെ കുറ്റക്കാരാണ് എന്നാണ്. അത് കോടതിയിലാണ് പറയുന്നത്. കോൺഗ്രസ് പ്രതിരോധത്തിലാണോ അതോ കോൺഗ്രസിലെ കുടുംബവാഴ്ചയുടെ തട്ടിപ്പ് പ്രതിരോധത്തിലാക്കിയോ അവരെ? നോക്കൂ കൃഷ്ണരാജെ, കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ച എന്നൊക്കെ കേട്ട് കാലം എത്രയായി? ഇന്ന് ഏത് പാർട്ടിയിലാണ് കുടുംബവാഴ്ച ഇല്ലാത്തത്? അപ്പോൾ കുടുംബവാഴ്ച എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയത്തിലൊരു പ്രശ്നമുള്ള കാര്യമല്ല. കോൺഗ്രസിന് മാത്രമല്ല, എല്ലാ പാർട്ടിയിലും അത്യാവശ്യം കുടുംബവും ബന്ധവും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. അതോടെ നിൽക്കട്ടെ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ മുഖപത്രം നടത്തണമെങ്കിൽ അത് വേറെ ഒരാളോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇ ഡി ഇത് സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണങ്ങളാണല്ലോ. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇ ഡി ഒരു കാര്യം അന്വേഷിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആ ഇ ഡിയുടെ അന്വേഷണം വരുന്നതെന്ന്. ഇന്ന് കേരളത്തിലെ ഇ ഡിയെക്കുറിച്ച് വരുന്ന വാർത്തകൾ എന്താണ്? നല്ല തമാശയല്ലേ? ആ ഇ ഡിയുടെ ഒരു വിഭാഗമാണല്ലോ എന്തായാലും ഇത് അന്വേഷിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. ജനങ്ങൾക്കിടയിൽ ഇ ഡിയെക്കുറിച്ചുള്ള വിശ്വാസവും ഇ ഡിയെക്കുറിച്ചുള്ള മതിപ്പും ഒക്കെ വാർത്തകളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രമാണ്. ആ മുഖപത്രത്തിൽ കോൺഗ്രസ്സുകാർക്കൊരു പരാതിയില്ല. ആ മുഖപത്രത്തിൻ്റെ നടത്തിപ്പുകാരെ സോണിയാഗാന്ധിയുടെ കുടുംബമായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായാലും കോൺഗ്രസ്സുകാർക്ക് പരാതിയില്ല. പക്ഷേ പരാതിയുള്ളത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിക്കാണ്. സുബ്രഹ്മണ്യൻ സ്വാമി ബി ജെ പിയുമായി ബന്ധപ്പെട്ട പഴയ ജനസംഘത്തിൽ നിന്ന് വന്ന് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ബി ജെ പി ഇപ്പോൾ ബി ജെ പിയിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീന സ്ഥാനമൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹമാണ് കേസ് കൊടുത്തത്. ആ കേസിൽ അവർ പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച, അതായത് അസോസിയേറ്റഡ് ജേർണൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഓഹരി ചുളിവ് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് സോണിയ കുടുംബം കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധി അവരുടെ മകനും കോൺഗ്രസിൻ്റെ നേതാവുമൊക്കെയാണ്. ഇവരെ കോൺഗ്രസ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കോൺഗ്രസിൻ്റെ വിശ്വാസമാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മതി ഇത് കൈകാര്യം ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ അത് അവരാണ് കൈകാര്യം ചെയ്യുക. അതിന് പുറമേയുള്ളവർക്ക് എന്താ കാര്യമുള്ളത്? കോൺഗ്രസ്സിലെ ഏതെങ്കിലും നേതാക്കൾ പരാതിപ്പെട്ട ഇതൊക്കെ ശരിയാണ്, ശരി, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രമുഖ നേതാക്കളോ ഒക്കെ പരാതിപ്പെട്ടാൽ നമുക്കിതിനെക്കുറിച്ച് പറയാം കോൺഗ്രസ്സുകാർക്ക് പരാതി ഉണ്ടെന്ന്. ഇത് കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഒരു പരാതിയില്ല. ഈ പത്രം ആദ്യം നിരോധിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് പത്രം വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു. പിന്നെ കഷ്ടപ്പെട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എൻ്റെ ഒരു സ്ഥാപനം വിറ്റിട്ടാണെങ്കിൽ പോലും ഞാൻ ഈ പത്രം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായൊരു പത്രമാണത്. ആ പത്രത്തിൽ ഇപ്പോൾ ആ പത്രത്തെ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവെയുള്ള ബി ജെ പിയുടെ ഒരു പ്രവർത്തക മാധ്യമ നയത്തിൻ്റെ ഭാഗം ഒക്കെ ആണോ എന്ന് ചോദിച്ചാൽ അതും ആയിരിക്കാം. കാരണം അങ്ങനെയും കോൺഗ്രസിൻ്റെ പ്രമുഖരായ രണ്ടുപേരെ കൊടുക്കാം എന്നവർ ധരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധി കുടുംബത്തിൽപ്പെട്ട തന്നെ ഉള്ള നേതാക്കളുടെ എന്താ പറയുക നേതൃത്വം ആഗ്രഹിക്കുന്നവരാണ്. അതൊരു റിയാലിറ്റിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും നെഹ്റു കുടുംബത്തെ ഒരു യാഥാർത്ഥ്യമായി കാണുന്നു. അവർ നയിച്ചാലേ കോൺഗ്രസ് നേരെയാകൂ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചാൽ മറ്റു കക്ഷികൾക്ക് എന്താണെന്ന് അതിൽ കാര്യം? ഇപ്പം ഇന്ദിരാഗാന്ധിയെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ സർവാധിപതി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് മറ്റേ ഏകാധിപത്യ കുടുംബവാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തും ഒരു നേതാവിൻ്റെ സർവാധിപത്യമല്ലേ ബി ജെ പി നടക്കുന്നത്? അപ്പോൾ ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും പണം കൈവശപ്പെടുത്തിയെന്ന് പറയുക. അത് സാങ്കേതികമായിട്ടൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ആർക്കും അതിൽ നിന്ന് പണം എടുക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് ഇതിൽ പണം എടുക്കാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിന് വിശ്വാസമുള്ള നേതാക്കളുടെ കയ്യിൽ പത്രത്തിൻ്റെ ഓഹരികൾ ഏൽപ്പിച്ചു. അതാണ് എൻ്റെ സത്യം. അതായത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയാമല്ലോ, കോൺഗ്രസ് നേതാക്കളെ കുറേ അധികാര താല്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശവും ഓഹരിയൊക്കെ പിടിച്ച് ഏൽപ്പിച്ചാത്ത അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് വിശ്വസ്തരായ ആളുകളെ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം സമീപകാല രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒരുപാട് പേരുണ്ട്.
പക്ഷേ യഥാർത്ഥ കോൺഗ്രസിനോട് കൂടുതൽ പ്രതിബദ്ധതയുള്ള നേതാക്കൾ ആരാണെന്നുള്ളതല്ലേ ഇപ്പം ചർച്ച വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചർച്ച വരുമ്പോഴേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചാൽ അത് ഭദ്രമായിക്കൊള്ളും. നേരെ മറിച്ച് ഇന്ന് കോൺഗ്രസ് നാളെ വേറൊരു ചിന്താഗതിയായി വന്നപ്പോൾ എന്ത് ചെയ്യും? അയാളിൻ്റെ ഒരു ഡയറക്ടർ ബോർഡിൽ വന്നാൽ എന്ത് ചെയ്യും? അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം, അടിസ്ഥാന കാര്യം അതൊക്കെയാണ്. കാരണം കോൺഗ്രസ്സുകാർക്ക് വിശ്വാസം ഇല്ലേ എന്നിപ്പോൾ കൃഷ്ണരാജ് ചോദിച്ചാൽ അത് വേറൊരു ഉത്തരവാണ്. പക്ഷേ ഞാനീ പറയുന്നത് നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ലേ? അതായത് നമ്മളുടെ കയ്യിൽ ഒരു സ്ഥാപനം ഇരിക്കുമ്പോൾ ആ സ്ഥാപനം കൈമോശം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് ഭദ്രമായുള്ള കൈകളിൽ ഏൽപ്പിക്കും. അതിൽ കോൺഗ്രസ്സുകാർക്ക് യാതൊരു വിരോധവും ഇല്ല അവർ കൈകാര്യം ചെയ്യുന്നതിൽ. പക്ഷേ വിരോധമുള്ളത് അപ്പുറത്തുള്ളവർക്ക്. EDയുടെ വിഷയം അതല്ല, ഗവൺമെൻറ്റിൻ്റെ വിഷയം അതല്ല. ഇവരെ നിരന്തരം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ ചോദ്യം ചെയ്യുന്നത്? പണം തട്ടിയെടുത്തു. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പണം തട്ടിയെടുത്തു. അത് ആര്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയെ പണം തട്ടിയെടുത്തു ആവർത്തിച്ച് വരുമ്പോൾ അത് അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാക്കാനാണ്. പക്ഷേ അത് ആ ഒരു രാഷ്ട്രീയ നീക്കം BJPയുടെ പാളിപ്പോയി. എങ്ങനെയാണ് പാളിപ്പോയതെന്ന് വെച്ചാൽ കുറേ കാലം മുമ്പാണല്ലോ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തത്. അതിന് ശേഷമല്ലേ നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭയിലേക്ക്. എന്നിട്ട് കോൺഗ്രസ്സിന് നഷ്ടമല്ലല്ലോ ഉണ്ടായത്. BJPയുടെ ഭൂരിപക്ഷം കുറച്ചില്ലേ? BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നില്ലേ? നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്ന വൻ ഭൂരിപക്ഷം പോയി. എന്നിട്ട് ഇപ്പോൾ 2 പാർട്ടികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ വിജയം. അപ്പം അതുകൊണ്ട് ഈ കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ ഇതൊരു ചർച്ചയാക്കി കൊണ്ടുപോകാൻ പറ്റും. കാരണം സാങ്കേതികമായിട്ട് റോണി കെ ബേബി എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടില്ല, ഞാൻ വൈകിയാണ് വന്നത്. സാങ്കേതികമായിട്ട് ഇതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ശരി തന്നെയാണ്. പക്ഷേ അന്തിമ വിജയം ഇതിൽ കോൺഗ്രസിന് തന്നെയായിരിക്കും. കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ ഒരു പത്രം നടത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം എന്നാണ് ചിന്ത, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? തമസ്കരണമല്ലേ? ഗാന്ധിജിയെക്കുറിച്ച്, നെഹ്റുവിനെക്കുറിച്ച്, പട്ടേലിനെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഏതാണ്ട് ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ നയം കൈക്കൊള്ളുന്ന ഒരു ഭരണത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം നെഹ്റുവിന്റെ പേര് മായ്ച്ചു കളയുന്നു. പ്രൊഫസർ റോണി കെ ബേബിയും N. ശ്രീകുമാറും ഇതിനെക്കുറിച്ച് ലാഘവത്തോടെയോ അല്ലെങ്കിൽ ലളിതവൽക്കരിക്കാനോ ഒക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ക്രിമിനൽ ദുരുദ്ദേശം പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്ന് ഡൽഹി ഹൈക്കോടതി ഈ കേസിൽ നിരീക്ഷിച്ചതാണ്. ഡൽഹിയിലെ പ്രത്യേക PMLA കോടതി കുറ്റപത്രം സ്വീകരിച്ചപ്പോൾ അതുപോലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. ഇതിപ്പോൾ കോടതിയിൽ ED തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഈ സ്റ്റേജിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന തെളിവുകളുടെ ആ ഒരു ആധികാരികത അതും കോടതി തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതിന് പ്രഥമ ദൃഷ്ട്യാ ഇവിടെ ഒരു കേസ് ഇൻ പോയിന്റ് ഇതുണ്ട് എന്ന് കോടതി പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നേരത്തെ N. ശ്രീകുമാർ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ മുഖപത്രം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രധാനമായും സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഫലമായി സ്വരൂപിച്ചെടുത്ത പണം അതുകൊണ്ട് തുടങ്ങിയ ഒരു പത്രം അല്ലെങ്കിൽ ഒരു പ്രിൻ്റ്, പിന്നെ ആ ഒരു സംവിധാനം താറുമാറായി പോകുന്നു. പിൽക്കാലങ്ങളിൽ അത് ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാതെ പോകുന്നു, അതിന് ട്രാക്ഷൻ ലഭിക്കാതെ പോകുന്നു, അതിന് റീച്ച് ലഭിക്കാതെ പോകുന്നു, നിർത്തിപ്പോകുന്നു. അവിടെ പ്രഥമ ദൃഷ്ട്യാ N. ശ്രീകുമാരും അതുപോലെ പ്രൊഫസർ റോണി കെ ബേബിയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ലോജിക്കലാണ്, ഇല്ലെന്ന് പറയാൻ ഒക്കില്ല. കാരണം ഈ കോൺഗ്രസ്സുകാരുടെ പത്രം അതിൻ്റെ ഓഹരി അവർ വിശ്വസിച്ച് ആരെ ഏൽപ്പിക്കും? അതൊരു കോൺഗ്രസ്സുകാരനെ അല്ലേ ഏൽപ്പിക്കാൻ പറ്റൂ? ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? പക്ഷെ അത്ര ലളിതമായി ഇതിനെ കാണാനാവുമോ? ദിസ് ഈസ് ദ പബ്ലിക് ഫണ്ടിങ്. കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് അനുഭാവികളാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇതിന് മൂലധനം മുടക്കിയത് എന്ന് പറയുമ്പോൾ അത് ഓഹരിയായി മാറിക്കഴിയുമ്പോൾ ആ ഓഹരിയുടെ കൈമാറ്റത്തിന് ചില നിയതമായ വ്യവസ്ഥകളുണ്ട്, നാടിൻ്റെ നിയമമനുസരിച്ചുള്ള വ്യവസ്ഥകളുണ്ട്. അങ്ങനെ ഒരു ട്രാൻസാക്ഷനിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ 50 ലക്ഷം രൂപ മാത്രം മുടക്കി വലിയ ആസ്തികൾ, അത് 668 കോടി ആയിക്കൊള്ളട്ടെ, മറ്റ് വിശാലമായ ആസ്തികളെല്ലാം ചേർന്ന് 2000 കോടി ആസ്തി ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നിയന്ത്രണാവകാശം തുച്ഛമായ മുതൽ മുടക്കിൽ മറ്റൊരു ഷെൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് യങ് ഇന്ത്യൻ ലിമിറ്റഡ്, ആ ലിമിറ്റഡ് വാങ്ങിയെടുക്കുന്നു. അതിൻ്റെ ചുമതലക്കാർ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയന്ത്രണാവകാശം
പണം കൈമാറിയോ എന്നത് മറ്റൊരു ചോദ്യമാണ്. നിയന്ത്രണ അവകാശമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് വേണമെങ്കിൽ വാദിക്കാം. അത് എങ്ങനെയാണെങ്കിലും ശരി, ഇറ്റ് ഈസ് ഇൻകം ജനറേറ്റിംഗ്. അത് മാത്രമല്ല, ഈ 142 കോടി രൂപയുടെ ഒരു ഇടപാടെന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് പലിശ വരുമാനമാണ്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിൻ്റെ ആസ്തികൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന പലിശ വരുമാനം, ആ പലിശ വരുമാനം കടന്നു വരുന്നത് യങ് ഇന്ത്യൻ ലിമിറ്റഡിലേക്കാണ് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ, കാരണം അവരാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെയെങ്കിൽ ആ പണത്തിൻ്റെ അവകാശികളാരെ? പക്ഷേ ഇവിടെ തെളിയേണ്ട കാര്യം അത് സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ സാം പിത്രോഡയുടെയോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, അതോ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. കാരണം അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇത് അത്ര ലളിതമായ ഒരു ചോദ്യമല്ല, ഇത് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം അതാണൊന്ന്. പക്ഷേ എന്നെ കുഴക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അതായത് ഈ യങ് ഇന്ത്യൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രൊമോട്ടേഴ്സായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മേജർ ഷെയർ ഹോൾഡേഴ്സായിട്ടിരിക്കുന്ന യങ് ഇന്ത്യൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ. അപ്പം അവരെയാണോ ഏൽപ്പിക്കേണ്ടത്? കോൺഗ്രസ്. അപ്പം ഇവിടെ ഒരു സംശയമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വിശ്വാസം ഇപ്പോഴും ഒരു ഡൈനാസ്റ്റിക് അപ്പീൽ മാത്രമാണോ? അതാണ് ലാർജ് ഡിബേറ്റ്. അപ്പോൾ അത് രാജ്യം ഒരുപക്ഷെ ഈ അഴിമതിക്ക് ഉപരിയായി അതൊരുപക്ഷെ രാജ്യം ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ മറ്റൊരു നററ്റീവിലേക്ക് ഇത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കേസ് ഒരുപക്ഷെ ദീർഘകാലം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും. നമ്മൾ നോക്കൂ, ലാവ്ലിൻ കേസ് ഇവിടെ കേരളത്തിലുണ്ടായി. അത് എത്ര കാലമായി തുടരുന്നു? അത് പല 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 പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. SFIO ഏറ്റെടുത്ത വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസ്, കരിമണൽ കർത്തായുമായൊക്കെ ബന്ധപ്പെട്ട കേസ്, എത്ര കാലം? എനിക്ക് തോന്നുന്നത് ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ഈ കേസുകളെല്ലാം അനന്തമായി നീണ്ടുപോകും. അതുപോലെ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം നാളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്നൊരു വിധി വരുമോ? അത് അംഗീകരിക്കപ്പെടുമോ? അപ്പീലുണ്ടാകുമോ? ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ സംശയത്തിൻ്റെ ഒരു പുകമറ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ഇതൊരു BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷ കക്ഷിയുടെ നേതൃത്വത്തെ തന്നെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ അവർ സ്വന്തം കേസിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. അപ്പം ആ സമയത്ത് പാർട്ടി ശ്രദ്ധിക്കാനാവില്ല. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഭാവം കുറച്ചുകൊണ്ടുവരാം എന്നതാണ് തിയറി. അത് അങ്ങനെ ആകണമെന്നില്ല വർക്ക് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ കോൺഗ്രസിന് വിദേശകാര്യ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡോക്ടർ ശശി തരൂരിനെ വിദേശത്ത് വിടുന്നതുമായി ബന്ധപ്പെട്ടുൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളും വാദങ്ങളും മറുവാദങ്ങളും, ഈ സെലക്ഷൻ ശരിയായോ, ഇങ്ങനെയുള്ള വാദങ്ങൾ വരുന്നു. ഉടനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇല്ലയെന്ന് ഓർക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടനെയില്ല. അങ്ങനെയെങ്കിൽ ദേശീയ തലത്തിൽ ഒരു ചേർണിങ് ഔട്ട് പ്രോസസ്സിന് വിധേയമാകും. കോൺഗ്രസ് തീർച്ചയായും സഹ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ദേ ഹാവ് ഇംപ്രൂവ്ഡ് ദെയർ പൊസിഷൻ. ഒരു കേവലം ഈ 99 സീറ്റിലേക്ക് കോൺഗ്രസിന് വളർച്ച സാധിച്ചു എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻകംബൻസിയുടെ പ്രയോജനം നേരിട്ട് കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയാം. NDA മുന്നണിക്കെതിരെ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ഒരു ചെറിയ എഡ്ജ് ലഭിച്ചു. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ ആ എഡ്ജ് ലഭിച്ചു എന്ന് പറയുന്നത് അത് ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ വിധിയായി, ജനകീയ വിധിയായി തുച്ഛീകരിച്ച് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിന്